ഒരു 100 രൂപയിൽ താഴെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങി. റിലയൻസിന്റെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. റിലയൻസിന്റെ ബില്ലാണിത്. കണ്ടാൽ അറിയാം. റിലയൻസിന്റെ ബില്ല് കണ്ടു കാണുമെന്ന് വരുന്നു. ഏകദേശം 86 രൂപ 15 പൈസയുടെ ബില്ല്. അവിടുന്ന് ഞാൻ വാങ്ങിയിരിക്കുന്ന ഒരു ഗ്രീൻ ആപ്പിൾ, ദെൻ ഒരു സാധാരണ ഒരു ആപ്പിൾ, 29 രൂപ 45 പൈസയുടെ ആപ്പിള്. ഇതിന്റെ വില എന്ന് പറയുന്നത്, ആദ്യത്തെ ഗ്രീൻ ആപ്പിളിന്റെ വില എന്ന് പറയുന്നത് 53 രൂപയാണ് ഈ ഒറ്റ ആപ്പിളിന്റെ വില. ഇത് ഭയങ്കര എന്തോ പ്രത്യേകത ഉള്ളതാണ്. ഇതിനകത്ത് സ്വർണം ചേർന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അത്രയും വിലപിടിപ്പുള്ള ആപ്പിളാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത് പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയാം ഇതിനകത്ത് എന്തൊക്കെയാണ്. പിന്നെ കുറച്ച് പഞ്ചസാര എന്ന് പറയുന്നത് 2 രൂപ 82 പൈസയാണല്ലോ. പഞ്ചസാരയ്ക്ക് വില കുറവാ, എന്താണെന്ന് അറിയത്തില്ല. ആപ്പിളിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പം പഞ്ചസാര ഞാൻ ഇവിടെ വെച്ചു. അപ്പൊ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഈ ആപ്പിളിന്റെ വിഷയമാണ്. ഈ ആപ്പിൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 50 രൂപയാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൽ പകുതിയും മെഴുകാണ്. ഈ മെഴുകാണ് നമ്മൾ വയറ്റിലേക്ക് ചെല്ലുന്നത്. നമുക്ക് കാണാം. ഇതെല്ലാം മെഴുകാണ്. മനുഷ്യൻ കഴിക്കുന്ന 50 രൂപയുടെ ആപ്പിളിലെ മെഴുകാണ്. നമ്മളിതെല്ലാം നമ്മളറിയാതെ കൊച്ചു കുട്ടികൾക്ക് വരെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാലേ നമ്മൾ കഴിക്കുള്ളൂ. കൊച്ചു പിള്ളേർക്കൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചു കൊടുത്താലേ ഇറങ്ങുള്ളൂ. ഫുള്ള് മെഴുകാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വില കൂടിയ ആപ്പിൾ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയും പുഴുക്കുത്തേക്കാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നൊരു പ്രക്രിയയാണ്. നമ്മളിതിന്റെ തൊലി പോലും കണ്ടിക്കാതെ നമ്മൾ കഴിക്കുന്നു. കണ്ടോ, ഫുള്ള് മെഴുകാണ്. കണ്ടോ, ഇത് ഫുള്ള് മെഴുകാണ്. ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ചരണ്ടി നോക്കിയാൽ അറിയാം. ഇതിനകത്തുണ്ട്. ഇതിനകത്ത് മെഴുക് കൂടുതലാണ്. ഇതാണ് ഡിലീഷ്യസ് ആപ്പിൾ. 2 ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമാണെന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കേണ്ട എന്നൊക്കെയാണ് പഴമക്കാർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് വിദേശ കുത്തകകൾ നമ്മുടെ നാട്ടിൽ വന്ന് കാലെടുക്കുന്നത്. പിന്നെ വേറൊരു സംഭവം അറിയാം. സാധാരണ ഈ പഞ്ചസാര എന്ന് പറയുന്ന സാധനം ആർട്ടിഫിഷ്യൽ സംഭവമാണ്. പഞ്ചസാര എന്ന് പറയുന്ന ആർട്ടിഫിഷ്യലാണ്. പഞ്ചസാര വൈറ്റ് കളർ കൂട്ടാൻ വേണ്ടി ബ്ലീച്ച് ചെയ്യാറുണ്ട്. അത് പരിധി കൂടുതൽ ഫുഡ് ആൻഡ് സേഫ്റ്റി അതിൽ ഒരു പരിധി കൂടുതൽ ബ്ലീച്ച് ചെയ്യാൻ അനുവദിക്കില്ല. പക്ഷെ റിലയൻസിൽ നിന്ന് മേടിക്കുന്ന പഞ്ചസാരയ്ക്ക് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നമ്മൾ സാധാരണ കടകളിൽ മേടിക്കുന്നതിനേക്കാളും വെള്ള കളർ കൂടുതലായിരിക്കും, വൈറ്റ് കളർ കൂടുതലായിരിക്കും. അതായത് ബ്ലീച്ചിന്റെ കണ്ടന്റ് ഇതിനകത്ത് വളരെ കൂടുതലാണ്. ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പം മെഴുകും ബ്ലീച്ചും എല്ലാം കൂടെ ചേർന്ന് ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ നാടിപ്പോൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷം തുപ്പുന്ന മലയാളികൾ, വിഷം കഴിക്കുന്ന മലയാളികൾ നമ്മുടെ നാട്ടിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഈ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിൽ പോയി ഇതുപോലെയുള്ള മെഴുക് 50 രൂപയുടെ മെഴുക് വാങ്ങി കഴിക്കാതിരിക്കുക. അതിലും ഭേദം നിങ്ങളൊരു മെഴുകുതിരി വാങ്ങി ഭക്ഷിക്കുക. രാവിലെ ഒരു മെഴുകുതിരി, ഉച്ചയ്ക്ക് ഒരു മെഴുകുതിരി, വൈകിട്ട് ഒരു മെഴുകുതിരി. അതിലും ഭേദം ഇത്രയും പൈസയാവത്തില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് മാക്സിമം ഷെയർ ചെയ്യുക, നമ്മുടെ നാട്ടിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇടുന്നതിന്റെ പേരിൽ എനിക്ക് പല പല പ്രശ്നങ്ങളുണ്ടായേക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ